ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റഡി SCERT ഫോർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ്. ജനനം 1853 ഓഗസ്റ്റ് 25. ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമൂലയിൽ, തിരുവനന്തപുരത്തെ. വീട്ടുപേര് ഉള്ളൂർക്കോട് വീട്. പിതാവ് വാസുദേവ ശർമ്മ, മാതാവ് നങ്ങേമ്മ. ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. യഥാർത്ഥ നാമം അയ്യപ്പൻ. മഹാസമാധി 1924 മെയ് 5. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ഗുരു തൈക്കാട് അയ്യ സ്വാമികളാണ്. സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബ ജടാപാടികൾ. ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്തശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരു സ്വാമിനാഥ ദേശികർ. ചട്ടമ്പി സ്വാമികൾ അഗ്രഗണ്യനായിരുന്ന ചികിത്സാരീതി സിദ്ധവൈദ്യം. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മാഹാത്മ്യത്തെപ്പറ്റി വിവരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ്. ചട്ടമ്പി സ്വാമി ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരെക്കുറിച്ചാണ്? സ്വാമി വിവേകാനന്ദൻ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത്? ചട്ടമ്പി സ്വാമികളെക്കുറിച്ച്. പരിഷ്കാരങ്ങൾ. ജാതി മത വർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ്. തിരുവനന്തപുരത്ത് കല്ലുവീട്ടിൽ വെച്ച് പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകൻ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ. തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിൻ്റെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചുകൊണ്ട് മഹാറാണി സേതു ലക്ഷ്മിഭായ് വിളംബരം പുറപ്പെടുവിച്ചത് ആരുടെ പ്രവർത്തന ഫലമായാണ്? ചട്ടമ്പി സ്വാമികളുടെ. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച നവോത്ഥാന നായകൻ. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത നവോത്ഥാന നായകൻ. ഉപനിഷത്തുകളിലും വേദങ്ങളിലും ആഴത്തിലുള്ള അറിവുണ്ടായിരുന്ന നവോത്ഥാന നായകൻ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി യോജിച്ച് പ്രവർത്തിച്ച നവോത്ഥാന നായകൻ. നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമിയുടെ പേരിൽ പുതുതായി ക്ഷേത്രം നിലവിൽ വന്നത് കണ്ണമൂലയിലാണ്, തിരുവനന്തപുരത്ത്. അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്ന് ആഹ്വാനം ചെയ്തു. വിശേഷണങ്ങൾ. സർവവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടരയോഗം. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യ. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനും ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളെ സദ്ഗുരു, പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ സാമൂഹിക ആചാരങ്ങളെയും എതിർത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലയേറിയ സംഭാവനകൾ നൽകിയ നവോത്ഥാന നായകൻ. വേദങ്ങളിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന കുത്തകാധിപത്യത്തെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ. കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകൻ. ചട്ടമ്പി സ്വാമികളുടെ മറ്റു പ്രധാന ശിഷ്യന്മാരാണ് സ്വാമി നീലകണ്ഠ തീർത്ഥപാദർ, തീർത്ഥപാദ പരമഹംസർ, ശ്രീരാമാനന്ദ തീർത്ഥപാദർ, പെരുന്നേലി കൃഷ്ണൻ വൈദ്യൻ, വെളുത്തേരി കേശവൻ വൈദ്യൻ, കുമ്പളത്ത് ശങ്കുപിള്ള. മറ്റു വസ്തുതകൾ.
ചട്ടമ്പിസ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനത്തിൻ്റെ കർത്താവ് ബോധേശ്വരനാണ്. ചട്ടമ്പിസ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്തെ പന്മനയിലാണ്. പന്മന ആശ്രമം നിർമ്മിച്ച ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യനാണ് കുമ്പളത്ത് ശങ്കുപിള്ള. ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പിസ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ഇരിങ്ങാലക്കുടയിൽ നിന്നും ആരംഭിച്ച മാസികയാണ് സദ്ഗുരു. 1921 സദ്ഗുരു മാസികയുടെ സ്ഥാപകർ തച്ചുടയ കൈമൾ, നീലകണ്ഠ തീർത്ഥപാദർ. ചട്ടമ്പിസ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30. കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ച ദിനം ഓഗസ്റ്റ് 25, ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനം. ചട്ടമ്പിസ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി മഹാമുനി എന്ന നോവൽ രചിച്ചത് കൈതക്കൽ സോമക്കുറുപ്പ്. ചട്ടമ്പിസ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ച് പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച കവിതയാണ് സമാധി സപ്താഹം. ചട്ടമ്പിസ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1892 എറണാകുളത്ത് വെച്ചാണ്. ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും എന്ന കൃതിയുടെ രചയിതാവ് K. മഹേശ്വരൻ നായർ. ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും എന്ന കൃതിയുടെ രചയിതാവ് ടോണി മാത്യു. ചട്ടമ്പിസ്വാമികളുടെ പ്രധാന കൃതികൾ: അദ്വൈത ചിന്താ പദ്ധതി, പ്രാചീന മലയാളം, പരമശിവസ്തവം, കേരളത്തിലെ ദേശനാമങ്ങൾ, അദ്വൈത പഞ്ചരം, മനോനാശം, ആദിഭാഷ, സർവമത സാമരസ്യം, തർക്കരഹസ്യരത്നം, അദ്വൈതവരം, പരമഭട്ടാരദർശനം, ദ്രാവിഡ മാഹാത്മ്യം, മോക്ഷപ്രദീപ ഖണ്ഡനം, ബ്രഹ്മത്വ നിർഭാസം, ഭാഷാപത്മപുരാണം, ജീവകാരുണ്യ നിരൂപണം, ശ്രീചക്രപൂജാ കൽപ്പം, പ്രണവവും സാഖ്യദർശനവും, പുനർജന്മ നിരൂപണം, ക്രിസ്തുമത നിരൂപണം, ശരീരതത്വ സംഗ്രഹം, വേദാധികാര നിരൂപണം, തമിഴകം, പിള്ളതാലോലിപ്പ്, വേദാന്തസാരം, സ്തരവത്നഹാരാവലി. ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദിമ സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ രചിച്ച പുസ്തകവും പ്രാചീന മലയാളമാണ്. ചട്ടമ്പിസ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയാണ് നിജാനന്ദ വിലാസം, ശുദ്ധാദ്വൈത ഭവന എന്ന പേരിൽ. മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ക്രിസ്തുമത സഭകളുടെ പ്രവർത്തനങ്ങളെയും മതം മാറ്റത്തെയും എതിർത്ത കൃതിയാണ് ക്രിസ്തുമത നിരൂപണം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആറാട്ടു ദിവസം പ്രസിദ്ധീകരിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ക്രിസ്തുമത നിരൂപണം. ക്രിസ്തുമത നിരൂപണത്തിൻ്റെ 2 ഭാഗങ്ങളാണ് ക്രിസ്തുമത സാരവും ക്രിസ്തുമത ഛേദനും. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ടുള്ള ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. അഗസ്ത്യർ എന്ന തൂലികാനാമത്തിൽ ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതിയാണ് തമിഴകം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തിയാണ് ചട്ടമ്പിസ്വാമികൾ. UP അസിസ്റ്റൻ്റ് 2020 ചോദിച്ചത്. താങ്ക് യു.